ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഷേപ്പിൽ വരുന്ന ഡ്രോപ്പ് ബീഡ് ഉണ്ടല്ലോ, ഈ ഒരു ഡ്രോപ്പ് ബീഡ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺ ചെയിൻ എടുക്കുന്നുണ്ട്, ഒരു ക്ലിപ്പിംഗ് സ്റ്റോൺ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എടുക്കുന്നത് അലിഗേറ്റർ ക്ലിപ്പാണ്. നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പ് അതല്ലെങ്കിൽ ഈ ഒരു വർക്ക് ഹെയർ ബാൻഡിൽ ചെയ്യാം, സെൻറ്റർ ക്ലിപ്പിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൽ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ OHP ഷീറ്റ്. നമ്മൾ ഈ ഒരു ഷീറ്റ് കൊടുന്നപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷീറ്റ് എന്തിനാണെന്നുള്ളത്. ഈ ഒരു താഴെ കാണുന്ന പേപ്പറാണ്, ഇതാണ് OHP ഷീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിങ്ങോ ഹെയർ ബാൻഡ് മേക്കിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. ഈ ഒരു OHP ഷീറ്റും അതുപോലെ തന്നെ വാക്സ് ഷീറ്റ് ഇത് കൊടുന്നപ്പോഴും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡ്രോപ്പ് ഷേപ്പിൽ വരുന്ന ബീഡ്സ് ഉണ്ടല്ലോ, ഈ ഒരു ബീഡ്സിന് ബാക്ക് സൈഡിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. B7000 അല്ലെങ്കിൽ B6000 അതല്ലാന്നുണ്ടെങ്കിൽ ഈ 8000 നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഇതിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ, ഇത് എത്രമാത്രം വേണം എന്നുള്ളത് ആദ്യം ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. കാരണം ഇതുപോലത്തെ 5 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം എത്ര എണ്ണം വേണം എന്നുള്ളത് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ഓക്കെ, കറക്റ്റായിട്ട് മെഷർ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഗം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. വീഡിയോയ്ക്ക് സൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കും. നമ്മൾ നൈറ്റിലാണ് ഇപ്പോൾ കൂടുതലും ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഒരുപാട് പേര് വോയിസ് ഇല്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് നേരം വെക്കണം, കറക്റ്റായിട്ട് സ്റ്റിക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ. ഈ ഒരു എന്താ പറയുക, സ്റ്റോൺ ചെയിൻ കറക്റ്റ് ഷേപ്പിലാക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ കുറച്ച് പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് എന്താ പറയുക, ഈ ഒരു ഷേപ്പിൽ, ആ ഒരു ഡ്രോപ്പ് ഷേപ്പിൽ കറക്റ്റ് സ്റ്റിക്കായതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു ഷേപ്പിൽ എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ എല്ലാ പീസസും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും പീസസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഈ ഒരു ഫ്ലവർ മാത്രമല്ല, ഇതിൻ്റെ സൈഡിൽ ഇനിയും വർക്ക് ചെയ്തിട്ട് പെൻഡൻ്റായിട്ടും ഇയറിംഗ് ആയിട്ടും ഇത് തന്നെ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു പെൻഡൻ്റാക്കി മാറ്റിയിട്ട് മാലയുടെയൊക്കെ പെൻഡൻ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ OHP ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഒരു OHP ഷീറ്റിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഇത് ഫ്ലവർ ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലും കുറച്ചുകൂടി ചെറിയ സൈസ് സ്റ്റോൺ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ടുണ്ടാവുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് മാത്രമല്ല, ഇത് വെച്ച് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, കറക്റ്റായിട്ട് വരുമില്ല എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ ഒരു വാക്സ് ഷീറ്റിൽ തന്നെ ഗം അപ്ലൈ ചെയ്തിട്ട് ഇതൊരു ഫ്ലവർ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ടൈം എടുക്കും ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അധികം സപ്പോർട്ടില്ല നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, എന്തുകൊണ്ടാണെന്നുള്ള എനിക്കറിയില്ല. അങ്ങനെ ഇപ്പോൾ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഷെയർ ചെയ്യുന്നതൊക്കെ നിർത്തേണ്ടി വരും. അങ്ങനെ
എന്താ പറയുക, ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ചൊക്കെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കൽ, കാരണം നമുക്ക് മെയിനായിട്ട് മെറ്റീരിയൽ സെയിൽ ചെയ്യാം, കസ്റ്റമൈസ് ചെയ്തിട്ട് ഹെയർ ബാൻഡ്സൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോസിന് വ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇതൊന്ന് എന്താ പറയുക, ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറച്ച് ടൈം എടുക്കും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒക്കെ തന്നെ കട്ട് ചെയ്തത് കറക്റ്റായിട്ടൊന്നും കിട്ടില്ല. അതിന് ശേഷം എന്താ പറയുക, ഇത് നമ്മൾ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഈ ഭാഗത്ത് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ അത് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, പ്ലെയിനായിട്ട്, ഗോൾഡൻ ആയതുകൊണ്ട് തന്നെ പ്ലെയിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് സ്റ്റിക്ക് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഒരുപാട് ആക്സസറീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോണും അതുപോലെ തന്നെ ഹാഫ് ബീഡ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ കറക്റ്റ് എന്താ പറയുക, ഇത് ഉണങ്ങി കഴിഞ്ഞതാണ്. ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു സ്റ്റോണൊക്കെ പറഞ്ഞു പോരും. അപ്പോൾ ഗം അപ്ലൈ ചെയ്തിട്ട് മിനിമം ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെയിറ്റ് ചെയ്യുക. ഓക്കെ, വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിന് ഞാൻ ഒരു സ്റ്റോണിൻ്റെ ഈ ഒരു ക്ലിപ്പിംഗ് വരുന്ന ഭാഗം എടുത്ത് കളഞ്ഞിട്ട് സ്റ്റോൺ മാത്രമാണ് സെൻറ്ററിൽ ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് എന്താ പറയുക, ഡയറക്റ്റായിട്ട് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂ ഗണ്ണോ B7000 6000 ഏതാണെന്ന് വെച്ച് ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തൊട്ടി കഴിയുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. മിനിമം ഒരു 24 hours നമ്മൾ വെയിറ്റ് ചെയ്യാം ഇത് കറക്റ്റായിട്ട് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.